രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാട്ടിയ നെഹ്റു ട്രോഫി വള്ളംകളി. ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് അവിഭാജ്യ ഘടകമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഗവൺമെൻറ് വന്ന ഉടനെ കോവിഡായിരുന്നു. കോവിഡിൻ്റെ ഘട്ടത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി കോവിഡ് കഴിഞ്ഞ സമയത്ത് നടത്തണം എന്ന് ശക്തമായ നിലപാടാണ് ടൂറിസം വകുപ്പ് സ്വീകരിച്ചത്. അന്ന് 2 വലിയ ഫെസ്റ്റുകൾ, ഒന്ന് ദീർഘകാലമായി നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി, അത് നിർബന്ധമായി നടത്തണം എന്ന് പറഞ്ഞതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാട്ടിയ മലബാറിലെ ടൂറിസം മേഖലയുടെ വികാസം, അത് എന്തെങ്കിലും ഒരു പ്രാദേശിക വാഗ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ല. മലബാറിലെ ടൂറിസം മേഖലയുടെ അനന്ത സാധ്യത ഇനിയും ഏറെയുണ്ട്, അൺഎക്സ്പ്ലോർഡാണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ വലിയ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി മലബാറിലും ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. CBL ഇത് നെഹ്റു ട്രോഫി വള്ളംകളി നിർബന്ധമായും നടത്തണമെന്നുള്ള നിലപാടാണ് ടൂറിസം വകുപ്പ് എടുത്തത്. പക്ഷേ കോവിഡിൻ്റെ രൂക്ഷത കാരണം അന്ന് ആലപ്പുഴയിൽ അത് നടത്താനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ എന്നൊക്കെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു എന്നൊക്കെ എല്ലാ പിന്തുണ നൽകാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ ഓണാഘോഷം സർക്കാർ എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി നടത്തുന്നില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു തെറ്റായ പ്രചരണം നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കേണ്ടത് ടൂറിസം വകുപ്പാണ് എന്നുള്ളതാണ്. തെറ്റാണ്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സംഘാടകർ. അതിൻ്റെ ചെയർമാൻ ആലപ്പുഴയിലെ ജില്ലാ കലക്ടറാണ്. എപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തയ്യാറാവുന്നു അപ്പോൾ എല്ലാ വർഷവും കൊടുത്തതുപോലെ തന്നെ ഫണ്ടും എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുക്കാൻ സന്തോഷമാണ് ടൂറിസം വകുപ്പിനുള്ളത്. അത് നടക്കണം എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൻ്റെ ആഗ്രഹം. അത് നടത്താൻ വേണ്ടിയുള്ള ഏത് നീക്കത്തോടൊപ്പവും, അതായത് ഈ ഓണത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് നടത്താനുള്ള ഏത് നീക്കത്തോടൊപ്പം മുൻപന്തിയിൽ നിൽക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ്. അതിൽ ഒരു കാര്യം കൂടി ഞാൻ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ കച്ചവടക്കാരും കലാകാരന്മാരും എല്ലാവരും കൈയടിക്കുകയാണ് ആ തീരുമാനത്തിന്. എനിക്കൊന്നു നെഹ്റു ട്രോഫി നടത്തിപ്പുകാരും ബോട്ട് ക്ലബ്ബുകാരും ഈ കൈയടിക്കുന്നുണ്ടാവും. ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ്. ടൂറിസം മേഖലയ്ക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് നടത്താനുള്ള എന്ത് ശ്രമമാണോ നടത്തേണ്ടത് ആ ശ്രമത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ഒരു സംശയമില്ല ഈ ഓണാഘോഷ പരിപാടിക്ക് ശേഷം. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്ന്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് ഫണ്ട് കൊടുത്തു, എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അതിന് നിലപാട് സ്വീകരിച്ചില്ല. രണ്ടാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പൂർണ്ണമായും ടൂറിസം വകുപ്പ് നടത്തുന്ന ഓണാഘോഷ പരിപാടിയല്ല. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നടക്കുന്ന പരിപാടിയല്ല. അത് ഡിസംബർ മാസം ജനങ്ങളുടെ ആകെ ആവശ്യത്തിൻ്റെ ഭാഗമായി പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ആരംഭിച്ചത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശമല്ല, മലബാർ ആകെ പങ്കെടുക്കുന്ന ഒരു പ്രധാന ഫെസ്റ്റാണ്. അത് അവിടെ മാത്രമല്ല, ബേക്കൽ ഫെസ്റ്റ്, തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫെസ്റ്റ്, ഇങ്ങനെ കുറേ ഫെസ്റ്റുകൾ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കണം, അത് കേരള ടൂറിസത്തിൻ്റെ വികാസത്തിന് ഗുണകരമാണെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ആരംഭിച്ചതാണ്. അതെന്തെങ്കിലും ഒരു പ്രാദേശിക വാദമല്ല. എന്നാൽ ജൂലൈ മാസം 8-ാം തീയതി ചൂരൽമല ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ജൂലൈ മാസം 8-ാം തീയതി ചേർന്ന ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് 45 ഐറ്റത്തിന് അംഗീകാരം കൊടുത്തു. അതിൽ ഒന്ന് മാത്രമാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. നിശാഗന്ധി ഫെസ്റ്റിവലുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഗ്ലോബൽ വിമൻ കോൺഫറൻസ്, അത് കുമരകത്തോ മൂന്നാറിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അടക്കം, നിശാഗന്ധി ഫെസ്റ്റിവൽ അടക്കം, ഗ്ലോബൽ വിമൻ RT കോൺഫറൻസ് അടക്കം 45 ഇനത്തിന് ജൂലൈ മാസം 8-ാം തീയതി ചേർന്ന ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകാരം കൊടുത്തു. അത് മന്ത്രി എന്നുള്ള നിലയിൽ ഒപ്പിട്ടത് ജൂലൈ മാസം 22-നാണ്. ജൂലൈ മാസം 20 ജിയോ ആയത് വൈകിട്ടാണ്, അത് കറക്റ്റ്. എന്നാൽ അതിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മാത്രം ആ 45 ഐറ്റത്തിൽ നിന്ന് എടുത്ത് ഒരു തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല.
ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഫെസ്റ്റുകളും കൂട്ടായ്മകളും വള്ളംകളികളും സംഘടിപ്പിക്കപ്പെടണം. അതൊരു ടൂറിസം മന്ത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഏറ്റവും വലിയ സ്വപ്നമാണ്. കേരളത്തിൽ എവിടെയും അത് നടക്കണം. അതിന് എങ്ങനെയൊക്കെ പിന്തുണ കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ ഉണ്ടായി എന്നുള്ളതാണ്. അത് നമ്മൾ പ്രേക്ഷകരോട് തുറന്നു തന്നെ പറയാം മിനിസ്റ്റർ റിയാസ്. കാരണം ആ വാർത്തയുടെ നമ്മുടെ സതുദ്ദേശം എന്ന് പറയുന്നത് നടക്കണം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കണം. പക്ഷേ ചിലയിടങ്ങളെങ്കിലും അത് തെറ്റായ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. അത് അക്കാര്യത്തിൽ നമ്മളതിന് പിന്തുണയില്ല. അങ്ങനെ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. അതിലൊരു പ്രാദേശികവാദത്തിന്റെ എലമെന്റ് ഇല്ല. തീർച്ചയായും നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ ടൂറിസം വകുപ്പ് മുൻപന്തിയിൽ ഉണ്ടാവും എന്ന് പറയുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോൾ മിനിസ്റ്റർ ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ ഇത് സെപ്റ്റംബർ അവസാന വാരം നടത്തിയാൽ കൊള്ളാം. ബോട്ട് ക്ലബ്ബുകളും അവിടുത്തെ ടൂറിസം മേഖലയിലെ ആളുകളും പറയുന്നത്. മിനിസ്റ്റർ ഡോക്ടർ അരുൺ, അവിടുത്തെ 2 മന്ത്രിമാരുണ്ട്, ശ്രീ സജി ചെറിയാനും ശ്രീ പ്രസാദും. 2 മന്ത്രിമാരുണ്ട്, അവിടുത്തെ MLA-മാരുണ്ട്. ഇതിൻ്റെ ചെയർമാൻ അവിടുത്തെ ജില്ലാ കലക്ടറാണ്. ഇവരൊക്കെ ഇത് നടത്തുന്ന പ്രവർത്തനങ്ങൾ നിൽക്കുന്നത് അവർക്കൊപ്പമുണ്ടായി ഇത് എത്രയും വേഗം നടത്തണം. ഒരു കാര്യം ആദ്യമേ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാണോ നടത്തുന്നത് അന്ന് 1 കോടി രൂപ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കോടി രൂപ ഇതിനു വേണ്ടി നൽകാൻ തയ്യാറാണ്. പിന്നെ മറ്റു എന്തൊക്കെ സഹായം വേണമോ, എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള സഹായം, അതൊക്കെ നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. ഈ വള്ളംകളി നടത്താതിരിക്കാനുള്ള നിലപാട് ടൂറിസം വകുപ്പിനുണ്ട് എന്നൊക്കെയുള്ള പ്രചരണം സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത്. ഒരിക്കലും അങ്ങനെ ടൂറിസം വകുപ്പിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല, അങ്ങനെ ആഗ്രഹിക്കില്ല. സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകളി. കേരളത്തിലെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകളി. ആ കണ്ണ് ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കില്ല. അപ്പോൾ അത് ഹൃദയവേദന ഉണ്ടാക്കുന്ന പ്രചരണമാണ്. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ കേട്ട് ശീലമായിട്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാലും ഉറപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു അന്ന് അതിന് എല്ലാ പിന്തുണയും നൽകുന്നു. മുൻകൂട്ടി 1 കോടി രൂപ നൽകിയതായി ഇപ്പോൾ തന്നെ അറിയിക്കുകയാണ്. ഗ്രേറ്റ്, താങ്ക് യു മിനിസ്റ്റർ. അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. മാത്രമല്ല അത് കൊടുക്കുന്നൊരു ഉണർവുണ്ടല്ലോ. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായൊരു മെസ്സേജ് പ്രചരിക്കുന്നുണ്ട്, അതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ മറുപടി കൂടിയാണ്.